കട്ടക്കലിപ്പന്റെ കാന്താരി മാലാഖ. രചന വർണ്ണ ദേവദത്തൻ. അവതരണം സാലിം കരുളായി. ദത്തൻ അവൾ ഉയർത്തി തന്റെ മടിയിലേക്ക് ഇരുത്തി. അവളുടെ ഇടുപ്പിൽ അവൻ ഇരു കൈകളും ചേർത്തു. എന്താ ദത്ത നീ ചെയ്യുന്നേ? ഒന്നും ചെയ്തില്ലല്ലോ, ചെയ്യാൻ പോകുന്നതല്ലേ ഉള്ളൂ. അത് പറഞ്ഞ് ദത്തൻ അവളുടെ ടീഷർട്ടിൽ പിടുത്തം വിട്ടു. ദത്ത, എന്താടാ എന്തേ ചെയ്യുന്ന നീ? ദത്തൻ അവളുടെ ടീഷർട്ട് പിടിച്ചു ഉയർത്തി ഷർട്ട് അടിച്ചെടുത്തതും വർണ്ണം ഞെട്ടി. ദത്തൻ്റെ ഭാഗത്ത് നിന്ന് അവൾ ഒരിക്കലും അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല. വർണ്ണ ഇരു കണ്ണുകളും പിറകെ അടിച്ചു. ദേവുട്ടിയെ കണ്ണു തുറക്ക്, ദത്തൻ അവളുടെ കാതിൽ പതിയെ പറഞ്ഞു. അവളില്ലെന്ന രീതിയിൽ തലയാട്ടി. കണ്ണു തുറക്കടാ. വർണ്ണ പതിയെ കണ്ണു തുറന്നതും ദത്തൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ ഇരിക്കുകയായിരുന്നു. ദത്തൻ അവൻ്റെ പതിവ് കള്ളച്ചിരിയോടെ തൻ്റെ ടീഷർട്ടൊന്ന് ഉയർത്തി അടിച്ചെടുത്തു. അത് വർണ്ണക്ക് ഇട്ടുകൊടുത്തു. ശേഷം അതിനുള്ളിലേക്ക് ദത്തൻ കയറി. ദത്തൻ്റെ നെഞ്ചിലെ ചൂട് തൻ്റെ മേൽ തട്ടിയതും വർണ്ണയൊന്ന് പൊള്ളിപ്പിടഞ്ഞു. ദത്തൻ അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് തൻ്റെ മേലേക്ക് അടുപ്പിച്ചതും വർണ്ണ ഇരു കണ്ണുകളും പിറകെ അടച്ചു. അവളുടെ പിറക്കുന്ന ചുണ്ടും വിയർക്കുന്ന ശരീരവും കണ്ട് ദത്തന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അത് കേട്ട് വർണ്ണ പതിയെ കണ്ണു തുറന്ന് അവൻ അന്തം വിട്ട് നോക്കി. നീ എന്തിനാ അങ്ങനെ ബ്ലാഷ് അടിക്കുന്നേ? ഞാനോ? ഞാൻ അങ്ങനെയൊന്നും എനിക്ക്. അവളാകെ പതറി. ദത്തനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് അവൻ ബെഡിലേക്ക് കിടന്നു. വേണ്ട ദത്ത. എന്ത് വേണ്ടാന്ന് അവൻ അവളുടെ കാതിൽ പതിയെ ചോദിച്ചു. വെറുതെ കളിയാക്കണ്ട ദത്ത, എന്നിട്ട് മാറി നീങ്ങിക്കിടന്നേ. ഞാൻ എങ്ങോട്ട് നീങ്ങി മാറാനോ? നീയല്ലേ എൻ്റെ മേലേക്ക് കിടക്കുന്നത്, അപ്പം നീ മാറിക്കോ. ഏയ്, അത് ശരിയാവില്ല, നീ മാറി ദത്ത. ഈ ടീഷർട്ട് എൻ്റെയാ, അപ്പം നീ വേണമെങ്കിൽ എണീറ്റ് പോ. അത് നീയല്ല എൻ്റെ ഡ്രസ്സ്. അവൾ പറയാൻ വന്നത് നിർത്തി. ശരി, ഞാൻ മാറാം, പക്ഷെ ഞാൻ ഇറങ്ങിച്ചെന്ന് താഴെ കിടക്കുന്നതിൻ്റെ ഡ്രസ്സ് എടുക്കുമ്പോൾ വരെ നീ കണ്ണ് തുറക്കരുത്. അതെടുത്ത നിയമം. എൻ്റെ കണ്ണേ ഞാൻ ഇഷ്ടമുള്ളപ്പോൾ തുറക്കും, ഇഷ്ടമുള്ളപ്പോൾ അടക്കും. ദത്ത നീ. വർണ്ണ എന്തെങ്കിലും പറയും മുന്നേ ദത്തൻ അവൾ ഉയർത്തി ബെഡിലേക്ക് കിടത്തി. ശേഷം അവൾക്ക് മേലെ ഇരു കൈകളും കുത്തി പതി അവളുടെ മേലേക്ക് അമർന്നു. ദത്ത വേണ്ട, അവൾ വിറയലോടെ പറഞ്ഞു. ഒന്നും ചെയ്യില്ല എൻ്റെ കുഞ്ഞെ, നീ ഇങ്ങനെ പേടിക്കാതെ. ദത്തൻ അവളുടെ കഴുത്തിലേക്ക് തന്നെ മുഖം ചേർന്നു. വർണ്ണയുടെ ഉയർന്ന ഹൃദയമിടിപ്പ് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. നീ എന്തിനെങ്ങനെ പേടിക്കുന്നതിൻ്റെ ദേവൂട്ടിയെ? ഞാൻ പറഞ്ഞില്ലേ ഒന്നും ചെയ്യില്ലെന്ന്. നിന്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കാനൊരാഗ്രഹം, അതുകൊണ്ടാ. അത് പറഞ്ഞ് ദത്തൻ അവളുടെ നഗ്നമായ മാറിലേക്ക് മുഖം ചേർത്ത് കിടന്നു. വർണ്ണവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ടിരുന്നു. ദേവു. കുറച്ചു നേരത്തിന് ശേഷം ദത്തൻ ഗൗരവത്തിൽ വിളിച്ചതും വർണ്ണയൊന്ന് ഞെട്ടി. എന്താ? നിനക്കിപ്പോഴും നീ ഒരു അനാഥയാണ്, ആരില്ലാത്തവനാണെന്ന തോന്നലും മനസ്സിലുണ്ടല്ലേ? ദത്തൻ തലയൽപ്പം ഉയർത്തി അവളെ നോക്കി ചോദിച്ചു. വർണ്ണ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് ദത്തന് ദേഷ്യം വന്നിരുന്നു. ഞാൻ ചോദിച്ചതിന് ഉത്തരം താ വർണ്ണ. ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. വർണ്ണ അത് പറഞ്ഞതും ദത്തൻ അവളുടെ മേലിൽ നിന്നും എണീറ്റു. പോവല്ലേ ദത്ത, പ്ലീസ്. വർണ്ണ അവനെ തന്നെ നെഞ്ചിലേക്ക് തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ നിന്റെ ആരടി? ഞാൻ ആരും അല്ലാത്തതുകൊണ്ടല്ലേ ചിലപ്പോഴെങ്കിലും നിനക്ക് അങ്ങനെ തോന്നുന്നത്? അവൻ നല്ല ദേഷ്യത്തിൽ തന്നെയായിരുന്നു. ദേഷ്യപ്പെടില്ല ദത്ത, എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു. അമ്മയുടെ മടിയിൽ പാറിച്ചേച്ചി തല വെച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ അമ്മ കൂടെ ഉണ്ടായി. വർണ്ണ പറഞ്ഞത് മുഴുവനാക്കുന്നതിന് മുമ്പേ ദത്തൻ അത് തടഞ്ഞു. എൻ്റെ കുട്ടി എന്തിനാ അങ്ങനെ സങ്കടപ്പെടുന്നേ? എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനായും അമ്മയായും ഈ ദത്തൻ കൂടെയില്ലേ? ഇനി ഒരിക്കലും നീ അനാഥയാണെന്ന തോന്നൽ നിൻ്റെ ഉള്ളിലുണ്ടാവാൻ പാടില്ല. അവളൊന്ന് മൂളി. എന്നൊരു ഫ്രഞ്ചായാലും. അത്രയും നേരം വാത്സല്യം നിറഞ്ഞു നിന്നിരുന്ന ദത്തൻ്റെ കണ്ണുകളിൽ പ്രണയം വിരിഞ്ഞു. വർണ്ണയാണെങ്കിൽ അവൻ്റെ ആ ഭാവമാരത്തിൽ അന്തം വിട്ട് നിൽക്കുകയാണ്. ദത്തൻ ഉയർന്നു വന്ന് അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. ശേഷം അവൻ്റെ ചുണ്ടുകൾ അവളുടെ അധരങ്ങളിൽ വന്നു നിന്നു. അവളുടെ മുകളിലായി കൈകൾ കുത്തി നിന്ന് ദത്തൻ തൻ്റെ ചുണ്ടുകൾ അവളിലേക്ക് ചേർത്തു. അവൻ അവളുടെ കീഴ്ചുണ്ടിനെയും മേൽചുണ്ടിനെയും മാറി മാറി നുണഞ്ഞെടുത്തു. പതിയെ പതിയെ ചുംബനത്തിൻ്റെ തീവ്രത പതിക്കുകയും നാവുകൾ തമ്മിൽ കെട്ടിപ്പണിഞ്ഞ ഉമിനീര് പോലും പരസ്പരം കലർന്നിരുന്നു. അവൻ്റെ ശ്വാസം കിട്ടാതൊന്ന് നീങ്ങിയതും ദത്തൻ അവളെ സ്വതന്ത്രമാക്കി. ശേഷം പതിയെ അവളുടെ കഴുത്തിലേക്ക് തഴുകിക്കൊണ്ട് ആ കുഴിയിൽ അമർത്തി ചുംബിച്ചു. ദത്തൻ വീണ്ടും അവളുടെ മാറിൽ തലചേർത്ത് കിടന്നു. കുറച്ചു കഴിഞ്ഞ് ദത്തൻ അവളിൽ നിന്ന് എണീറ്റ് മാറാൻ നിന്നതും വർണ്ണ അതിനെ സമ്മതിക്കാതെ അവനെ നെഞ്ചോട് അടക്കി പിടിച്ചു. വേണ്ട കുഞ്ഞെ, മതി. ഇനിയും ഞാനിങ്ങനെ കിടന്നാൽ എൻ്റെ കുട്ടിക്ക് എൻ്റെ വെയിറ്റ് താങ്ങാൻ കഴിയില്ല. മാത്രമല്ല എൻ്റെ ഫ്യൂച്ചർ പ്ലാനിങ് മൊത്തം പൊളിയാൻ സാധ്യതയില്ലാതില്ല. പണ്ടത്തെ പോലെ കൺട്രോളൊന്നും ഇല്ലേ പോ. അവനൊരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞ്
ടീഷർട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ശേഷം പറഞ്ഞയെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി പതിയെ തട്ടിക്കൊടുത്തു. അവൻ്റെ ഹൃദയതാളം കേട്ട് പറഞ്ഞ പതിയെ ഉറങ്ങിപ്പോയി. ഒപ്പം അവളുടെ ദത്തനും. പിറ്റേ ദിവസം ദത്തൻ ഓഫീസിൽ പോയിരുന്നില്ല. വർണ്ണയുടെ വയറുവേദന കുറവുണ്ടെങ്കിലും ദത്തൻ അവൾ ഇടം വല്ലം തിരിയാൻ അനുവദിച്ചിരുന്നില്ല. ഭദ്രയും ശീലവും വർണ്ണക്ക് വയ്യാത്തത് കൊണ്ട് ക്ലാസ്സിൽ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ദത്തൻ രണ്ടിനെയും കോളേജിലേക്ക് ഓടിച്ചു വിട്ടു. ദത്തന് വർണ്ണയോടുള്ള സ്നേഹം ആ വീട്ടിലെല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. ശരിക്കും ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ് ദത്തൻ അവളെ കൊണ്ടു നടക്കുന്നത്. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ദത്തൻ്റെ ജീവൻ വർണ്ണയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു. അന്നത്തെ സംഭവത്തിന് ശേഷം വർണ്ണ പിന്നീട് ടീഷർട്ട് ഇടില്ല. പട്ടുപാവാടയാണ് ഇപ്പോഴത്തെ അവളുടെ സ്ഥിരം വേഷം. 2 ദിവസം അങ്ങനെ വേഗത്തിൽ കടന്നുപോയി. ദത്തൻ്റെ വീട്ടിലിരുന്നാണ് ഓഫീസ് വർക്കുകൾ ചെയ്തിരുന്നത്. ചില ഇമ്പോർട്ടൻ്റ് മീറ്റിങ്ങുകൾ ഒഴികെ ബാക്കി എല്ലാം ദത്തൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പാർവതിയാണ് അറ്റൻഡ് ചെയ്തിരുന്നത്. 2 ദിവസം കഴിഞ്ഞാൽ ലക്ഷ്യയുടെ കല്യാണമാണ്. നാളെ ഓഫീസ് ലീവായതുകൊണ്ട് നാളെ എല്ലാവരെയും കൂടി ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് ദത്തൻ പറഞ്ഞിരുന്നു. രാവിലത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ദത്തൻ കുറേ ഫയലും എടുത്ത് ഓഫീസ് റൂമിലേക്ക് പോയി. ഒപ്പം പാർവതിയും ഉണ്ട്. ദത്തൻ്റെ പിന്നാലെ പാർവതി നടക്കുന്നതിൽ വർണ്ണയേക്കാൾ കൂടുതൽ കുശുമ്പ് ഭദ്രക്ക് ശീലുവിനായിരുന്നു. എപ്പോഴത്തെയും പോലെ കലവില സംസാരിച്ചുകൊണ്ട് 3 മുറ്റത്തേക്ക് ഇറങ്ങി. ശീലു, ഭദ്രേ, നമുക്ക് ആ മാങ്ങ പൊട്ടിച്ചാലോ? വർണ്ണ മാവിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ആ, ഉപ്പും മുളക് കെട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഭദ്രയും പറഞ്ഞു. പിന്നെ ചെറിയ കുട്ടികളല്ലേ മാങ്ങ തിന്നാൻ, എനിക്കൊന്നും വേണ്ട, അത് പറഞ്ഞവൾ കൽബെഞ്ചിലായിരുന്നു. നിനക്ക് വേണ്ട ശീലു? നിനക്ക് ശരിക്കും വേണ്ട? വർണ്ണ കണ്ണുപിടത്തി ചോദിച്ചുകൊണ്ട് അവളുടെ മുന്നിൽ നിലത്തായി മുട്ടുകുത്തിയിരുന്നു. വേണ്ടേ ശീലു? നല്ല മൂത്ത മാങ്ങ പൊടിച്ചത് നന്നായി കഴുകി അത് ചതച്ച് അതിൽ ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് നന്നായി ഒന്നുകൂടി ചതച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിൽ നിന്ന് ഒരു മാങ്ങ പീസ് എടുത്ത് വായിൽ വെച്ചാ എന്താ ടേസ്റ്റ്! ഭദ്രയും അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് പറഞ്ഞു. ഭദ്ര പറയുന്നത് കേട്ട് ശീലുവിൻ്റെ വായിൽ വെള്ളം വന്നുവെങ്കിലും അവളത് മുഖത്ത് കാണിച്ചില്ലെന്ന് മാത്രമല്ല ഒന്ന് പുച്ഛിക്കുകയും ചെയ്തു. ഇവൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് പൊട്ടിക്കാൻ ഭദ്രേ, എന്നിട്ട് ഇവളുടെ മുഖത്ത് നോക്കി കഴിക്കണം, അത് കണ്ട് ഇവളുടെ വായിൽ വെള്ളം വരണം. അത് പറഞ്ഞ് പറഞ്ഞ കൽബെഞ്ചിൻ്റെ മുകളിൽ കയറി നിന്നു. അവൾ ചാഞ്ഞു നിൽക്കുന്ന കൊമ്പിലും മാങ്ങ ചാടി പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും എത്തുന്നില്ല. അത് കണ്ട് ശീലി ചിരിച്ചു. ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല ശിലുമോളെ. അത് പറഞ്ഞ് ഭദ്രയും കൽബെഞ്ചിന് മുകളിൽ കയറി നിന്നു. ശേഷം വർണ്ണയെ 2 കൈകൾ കൊണ്ടും എടുത്തുയർത്തി. കുറച്ചുകൂടി പൊക്ക് ഭദ്രേ, ഇപ്പം എത്തും. വർണ്ണ മാങ്ങയിൽ തൊട്ടില്ലെന്ന രീതിയിലാണ് നിൽക്കുന്നത്. അത് കണ്ട് ശീലു വർണ്ണയെ എടുത്ത് നിൽക്കുന്ന ഭദ്രയെ എടുത്തുയർത്തി. എന്തൊരു മുടിഞ്ഞ വെയിറ്റ് രണ്ടിനും, ഒന്ന് വേഗം മാങ്ങ പറിക്ക്. ശീല അവരുടെ 2 പേരുടെയും വെയിറ്റ് താങ്ങാനാവാതെ പറഞ്ഞു. ഇപ്പൊ കിട്ടും. വർണ്ണ മാങ്ങയിലേക്ക് എത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും ഗേറ്റ് കടന്നൊരു കാർ അകത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. വന്നത് ആരാന്ന് നോക്കാൻ വർണ്ണെന്ന് തിരിഞ്ഞു നോക്കിയതും ബാലൻസ് തെറ്റി 3 കൂടി താഴേക്ക് വീണതും ഒരുമിച്ചായിരുന്നു. അയ്യൊരു നടു! കൂടുതൽ ഏറ്റവും നല്ല വീഴ്ച കിട്ടിയത് ശീലുവിനായിരുന്നു. അവൾ നടുവ് താങ്ങിയിരുന്നതും കോ ഡ്രൈവ് സീറ്റിൽ നിന്നും ഒരു വയസ്സായ സ്ത്രീ ഇറങ്ങി വന്നു. അയ്യോ, എന്തെങ്കിലും പറ്റിയോ? ഇല്ല ചെറിയ മുത്തശ്ശി, ഇത് വലിയ സർപ്രൈസ് ആയിപ്പോയല്ലോ. നിങ്ങൾ എപ്പോഴാണ് നാട്ടിലെത്തിയേ? ഭദ്ര ഒരു കൂസലില്ലാതെ മേലുള്ള പൊടി തട്ടിക്കളഞ്ഞ് എണീറ്റു. കൂടെ പറഞ്ഞയും. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം എത്തി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങിയ ചെറുപ്പക്കാരൻ പുഞ്ചിരിയോടെ പറഞ്ഞു. ഹായ് ധ്രുവേട്ടാ. ഭദ്ര പുഞ്ചിരിയോട് ഓടിച്ചെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. 3 കൂടി എന്തായിരുന്നു ഇവിടെ പരിപാടി? ഞങ്ങൾ മാങ്ങ പൊട്ടിക്കായിരുന്നു. വർണ്ണ, ഇതാ ഞങ്ങൾ അന്ന് പറഞ്ഞ ധ്രുവേട്ടനും ചെറിയ മുത്തശ്ശിയും നമ്മുടെ മുത്തശ്ശിയുടെ അനിയത്തിയ. ഭദ്ര അന്തം വിട്ട് നിൽക്കുന്ന വർണ്ണയോടായി പറഞ്ഞു. ഈ കുട്ടി? മുത്തശ്ശി സംശയത്തോടെ വർണ്ണയെ നോക്കി. പരസ്പരം പരിചയമുത്തുകളൊക്കെ കഴിഞ്ഞെങ്കിൽ എന്നൊന്ന് താഴെ നിന്ന് എണീപ്പിച്ചേ. അപ്പോഴാണ് നടുവും താങ്ങി നിരത്തിരിക്കുന്ന ശിലുവിൻ്റെ കാര്യം അവൾ ഓർത്തത്. വർണ്ണയും ഭദ്രയും കൂടി താങ്ങി പിടിച്ച് ശിലുവിനെ താഴെ നിന്ന് എണീപ്പിച്ചു. ചെറിയമ്മ! അപ്പോഴേക്കും മാലതി പുറത്തേക്ക് ഇറങ്ങി വന്ന് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു. ഇതെന്താ പെട്ടെന്നൊരു മുന്നറിയിപ്പില്ലാതെ? ലക്ഷ്യയുടെ കല്യാണല്ലേ, പിന്നെ ബാംഗ്ലൂരിൽ നിന്നും അടുത്തു. നമ്മുടെ നാടിൻ്റെ സുഖം അവിടെ കിട്ടില്ലല്ലോ. അതും ശരിയാ, നമ്മുടെ അടുത്ത് കാറ്റും വെളിച്ചവും വെയിലും അതൊരു പ്രത്യേക സുഖ. വാ ധ്രുവേട്ടാ, നമുക്ക് അകത്തേക്ക് പോകാം. ഈ ഓൾഡ് ജനറേഷൻ്റെ പഴംപുരാണം കേൾക്കാൻ വയ്യ. ശിലു ധ്രുവിയെയും കൂട്ടി അകത്തേക്ക് നടന്നു. കൂടെ വർണ്ണയും ഭദ്രയും. അവർക്ക് കുറച്ച് പിന്നിലായി മാലതിയും മുത്തശ്ശിയും വരുന്നുണ്ട്. ഏതാ കുട്ടി മാലതി? മുത്തശ്ശി വർണ്ണ പോകുന്ന നോക്കി ചോദിച്ചു. ഓ, അത് പറയാതിരിക്കുന്നത് നല്ലത്.
ദേവിയെടുത്തിട്ട് അകന്ന ബന്ധത്തിലൊരു കുട്ടിയാ. അതിൻ്റെ തള്ളയും താന്തയൊക്കെ മരിച്ചു. അതുകൊണ്ട് ഇവിടെ അടുക്കളയ്ക്ക് ഒരു കൈ സഹായത്തിന് നിർത്തിയേക്കുവാ. സഹായത്തിനോ? അത് ഇത്ര ചെറിയ കുട്ടിയെയോ? മുത്തശ്ശി അത്ഭുതത്തോടെ ചോദിച്ചു. ചെറിയ കുട്ടിയൊന്നും അല്ല, 10-20 വയസ്സുണ്ട്. പക്ഷെ കണ്ടാ പറയില്ലട്ടോ. കണ്ടാ പറയില്ല. ആള് വലിപ്പില്ലെങ്കിലും അതിന് ചേർത്ത് നാവിനും നല്ല നീട്ടം കൊടുത്തിട്ടുണ്ട്. ചെറിയ അകത്തേക്ക് പോവാ. മാലതി മുത്തശ്ശിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ഹാളിലെപ്പോഴേക്കും ദത്തനും പാർവതിയും ഒഴിച്ച് എല്ലാവരും വന്നിരുന്നു. എന്നാലും നീ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ നാട്ടിലേക്ക് വരുന്ന കാര്യം. മുത്തശ്ശി ചെറിയ മുത്തശ്ശിയോട് പരിഭവത്തോടെ പറഞ്ഞു. എൻ്റെ ചേച്ചിയെ കാണാൻ വരാൻ എനിക്ക് പ്രത്യേകം വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ? ഇനി കുറച്ചു കാലം ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ടാകും ഞങ്ങൾ. അവരെല്ലാവരും ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കാൻ തുടങ്ങി. മുത്തശ്ശിമാരുടെ അടുത്തായി തന്നെ പാപ്പയും ചെറിയച്ഛനും ഇരിക്കുന്നുണ്ട്. സംസാരത്തിനിടയിൽ ചെറിയ മുത്തശ്ശിയുടെ നോട്ടം ഭദ്രയോടും ശീലുവിനോടും എന്തോ പറഞ്ഞ് സംസാരിക്കുന്ന വർണ്ണയിൽ തറഞ്ഞു നിന്നിരുന്നു. നിങ്ങൾ എന്തിനാ അവിടെ തന്നെ നിൽക്കുന്നേ? എവിടെയെങ്കിലും ഇരുന്നൂടെ? മോളിങ് വന്നേ. ഒരു മൂലയിലായി നിൽക്കുന്ന വർണ്ണയെയും ശീലുവിനെയും ഭദ്രയെയും നോക്കി പറഞ്ഞ ശേഷം ചെറിയ മുത്തശ്ശി വർണ്ണയെ അരികിലേക്ക് വിളിച്ചു. വർണ്ണ ചെറിയൊരു പരിഭ്രമത്തോടെ മുത്തശ്ശിയുടെ അരികിലേക്ക് വന്നിരുന്നു. മോളുടെ പേരെന്താ? വർണ്ണ എന്നാ. എവിടെയാ വീട്? തൃശ്ശൂര്. എന്തിനാ പഠിക്കണേ? PG. മുത്തശ്ശി അവളുടെ ഓരോ വിശേഷങ്ങൾ ചോദിച്ചു. അല്ല, ഈ കുട്ടിയുടെ ജാതകമൊക്കെ വീട്ടുകാരെ എഴുതിപ്പിച്ചിട്ടുണ്ടോ ചേച്ചി? ചെറിയ മുത്തശ്ശി മുത്തശ്ശിയോടായി ചോദിച്ചതും മുത്തശ്ശിയുടെ നെറ്റിച്ചുളിഞ്ഞു. നിനക്കിപ്പോൾ എന്തിനാ വർണ്ണയുടെ ജാതകം? മുത്തശ്ശി സംശയത്തോടെ ചോദിച്ചു. വളച്ചുകെട്ടില്ലാതെ പറയാൻ ചേച്ചി. ഈ കുട്ടിയെ കണ്ടപ്പോൾ മുതൽ നമ്മുടെ ധ്രുവിക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലൊന്ന് കരുതുക. അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. വർണ്ണ വേഗം വരുന്നേരുന്നും എഴുന്നേറ്റു. ഇത് കേട്ടാണ് ദത്തൻ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വന്നത്. അത് കണ്ട് എല്ലാവരും ദത്തനെ തന്നെ നോക്കി നിന്നു. അത് ജാനു. ഈ കുട്ടി നമ്മുടെ ദേവന്റെ ഭാര്യയാ. മുത്തശ്ശി പറഞ്ഞത് കേട്ടതും ചെറിയ മുത്തശ്ശിയുടെ നോട്ടം പോയത് മാലതിയുടെ നേർക്കാണ്. അത് കണ്ട് മാലതി തലകുനിച്ചിരുന്നു. വർണ്ണക്കാകെ എന്തോ വല്ലാത്ത അസ്വസ്ഥത തോന്നി. അവൾ വേഗം ദത്തൻ്റെ അരികിലേക്ക് വന്നു നിന്നു. അത് ഞാൻ അറിഞ്ഞില്ല. സാധാരണ കല്യാണം കഴിഞ്ഞാൽ കഴുത്തിലെ താലിയും നെറ്റിയിൽ സിന്ദൂരം കാണുമല്ലോ. അതൊന്നും ഈ കുട്ടിയിൽ കണ്ടില്ല. അതാ ഞാൻ. ചെറിയ മുത്തശ്ശിക്കും വല്ലാത്തൊരു ജാള്യത തോന്നി. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവർക്ക് അതിലൊന്നും വിശ്വാസമില്ലെന്നേ. പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ. അത് പറഞ്ഞ് മുത്തശ്ശി ആ സംസാരം അവിടെ വെച്ച് അവസാനിപ്പിച്ചു.